അമേരിക്ക എപ്പോഴും എങ്കിലും ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആഭ്യന്തരമായി അവിടുത്തെ കാര്യത്തെക്കുറിച്ചല്ല, ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എപ്പോഴെങ്കിലും വാചാലരാകുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഭയക്കണം. കാരണം അവരുടെ പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെയും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും കയറ്റുമതിയാണ്. ഇത് രണ്ടും അവർ കയറ്റുമതി ചെയ്താൽ, ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ ആ രാജ്യം ജനാധിപത്യമാവും അതുപോലെ സ്വാതന്ത്ര്യവുമാവും എന്നാണ് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ നേരെ തിരിച്ചാണ്. അതായത് അതുവരെ തരക്കേടില്ലാതെ പോകുന്ന രാജ്യങ്ങളെ ഈ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കയറ്റുമതി, അമേരിക്ക സങ്കല്പിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കയറ്റുമതിയോടെ ആ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കുന്ന സമീപനമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. സനീഷ്, ഇപ്പോൾ ലിബിയ നോക്കിയാൽ, അല്ലെങ്കിൽ ഇറാഖ് നോക്കിയാൽ, അഫ്ഗാനിസ്ഥാൻ നോക്കിയാലൊക്കെ ഇത് നമുക്ക് കൺമുന്നിൽ കാണാൻ കഴിയും. ഈ കഴിഞ്ഞ 2000-ന് ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള ഇത്തരം സകല ഇടപെടലുകളിലും ആ രാജ്യം നാശമായി എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇത് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളുമില്ല. ഇപ്പോൾ 2003 2004 ഒക്കെ ആ കാലത്താണെങ്കിൽ ഈ പറയുന്ന വെനിസ്വേലയുടെ പ്രസിഡൻ്റായിരുന്ന ഹ്യൂഗോ ഷാവേസ്, നമ്മൾ സനീഷ് ഓർമ്മയാണ്, നമ്മളൊക്കെ ഡെസ്കിലിരുന്ന് ആവേശത്തോടെ പല റിപ്പോർട്ടുകളും എഴുതിയിട്ടുള്ളത്. ഷാവേസ് ഈ അമേരിക്കയ്ക്കെതിരെ രൂക്ഷമായി പ്രസംഗിക്കുന്നത്, ആ പറഞ്ഞതിൽ ഒരു വാക്കിൽ പോലും ഒരു വ്യത്യാസമില്ല എന്നുള്ളതല്ലേ തെളിയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് കാലം തെളിയിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇറാഖിൻ്റെ അധിനിവേശത്തിൻ്റെ കാര്യത്തിൽ അതിലിവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മികച്ച ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണെന്ന് മാത്രമല്ല, ആയുർദൈർഘ്യം എന്തായാലും 65 വയസ്സിന് മുകളിലുണ്ടായിരുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇറക്കുമതി ചെയ്തു, അത് 58 വയസ്സിലേക്ക് ചുരുങ്ങിയ ഒരു ഘട്ടത്തിൽ. പിന്നീട് ഇപ്പോൾ ക്രമാനുഗതമായി പയ്യെ മെച്ചപ്പെടാനുള്ള സാഹചര്യമൊക്കെ ചെറുതായി കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടുത്തെ തകർച്ച എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിക്കുന്നതായിരുന്നില്ലേ. ഇപ്പം ലിബിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ലിബിയ എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കയിലെ നമ്പർ 1 ആയിരുന്നു. മാത്രമല്ല അവിടെ സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, സൗജന്യ ചികിത്സ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. കേണൽ ഗദ്ദാഫി പക്ഷേ ഏകാധിപതിയാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രശ്നം. ഇത് ലിബിയക്കാർക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ പറയുന്നത് അവിടുത്തെ ആ ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച സാഹചര്യം ഉണ്ടായിരുന്ന രാജ്യത്തെയാണ് പോയി ഇടപെട്ട് ഗദ്ദാഫിയെ പിടിച്ചു കൊന്നു. ഇതിനെല്ലാം ശേഷം എന്താ അവിടെ സംഭവിച്ചിട്ടുണ്ട്? അവിടെ അടിമ വ്യാപാരം നടക്കുന്നു ലിബിയയിൽ. ഇത് അങ്ങനെ കഴിഞ്ഞിരുന്ന ലോകത്ത് മൊത്തം സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ വളരെ പിന്നിലായിരിക്കും. ആ സാഹചര്യത്തിൽ ലോകത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഏതാണ്ട് 53-ാം സ്ഥാനത്ത് വരെ നിന്നിരുന്ന രാജ്യമാണ് ലിബിയ. ആ ലിബിയയിൽ ഇവർ കൊണ്ടുപോയി സ്വാതന്ത്ര്യം ഇറക്കുമതി ചെയ്തതാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ അവസ്ഥ? ഇനി അതുപോട്ടെ, ഈ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് അവസ്ഥ? അവർ ഈ ആത്യന്തികമായി അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൾഡ് വാറിൻ്റെ തുടർച്ചയിൽ അവിടെ ഈ സോവിയറ്റ് യൂണിയനിട്ടുള്ള പണി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കാലത്തുള്ള ലക്ഷ്യം എങ്കിൽ, അങ്ങനെയാണ് നജീബുള്ളയെ അവിടെ തൂക്കിലേറ്റുന്നതെങ്കിൽ അതിനുശേഷം ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് ആലോചിക്കും. അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന, അമേരിക്ക പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നത് അങ്ങേയറ്റത്തെ തീവ്ര വലതുപക്ഷവാദികൾക്ക് മാത്രം മനസ്സിലാകുന്ന ജനാധിപത്യവും സ്വാതന്ത്ര്യവുമാണ്. ആ ജനാധിപത്യം നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ ഇടപെടലൊക്കെ, ഫലസ്തീനിലെ കൂട്ടക്കുരുതിയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഇസ്രായേലിന് ജയ് വിളിക്കുന്ന കുറേ ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവിടെ ട്രംപിന് വേണ്ടി ജയ് വിളിക്കുന്ന കുറേ ആളുകളെ. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകുക തന്നെ ഇല്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഈ വലതുപക്ഷ തീവ്രവാദികളാണ് ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആ നിലയ്ക്ക് ഇതിനു വേണ്ടി ജയ് വിളിക്കുന്നത്. ഇപ്പോൾ മഡൂറോയെ അവിടെ എങ്ങനെയാണ് എല്ലാവരും ഇപ്പോൾ ഒറ്റയടിക്ക് വ്യാഖ്യാനിക്കുന്നത്? എങ്ങനെയാണ്? അവിടെ ആകെപ്പാടെ തകർച്ചയായിരുന്നു. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $3000 തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകളാണ് നിരത്തുന്നത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അതായത് അവിടെയുള്ള ഈ ഹ്യൂഗോ ഷാവേസ് പ്രസിഡൻ്റ് ആവുന്ന അവിടെയുള്ള അമേരിക്കൻ കമ്പനികളോട് ഒന്നുകിലും ഇവിടെ സർക്കാരുമായി സഹകരിച്ച് സഹകരണത്തിലൂടെ, അതായത് ഇതിൻ്റെ സർക്കാരിൻ്റെ പങ്കും കൂടി നൽകിക്കൊണ്ട് ഇവിടെ തുടരുക, അല്ലെങ്കിൽ പുറത്തു പോകാൻ പറഞ്ഞു. ഇവിടെ നിന്ന കമ്പനികൾ തരക്കേടില്ലാതെ പണിയെടുത്ത് പോവുകയും ചെയ്തു. പക്ഷേ അത് പറ്റത്തില്ലാത്ത അമേരിക്കൻ കമ്പനികൾ തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു അന്ന് സംഭവിച്ചത്. പക്ഷേ അതിനുശേഷം എന്താണ്, വളരെ ഘട്ടം ഘട്ടമായി അവിടുത്തെ ഏതാണ്ട് 6000-ൽ കിടന്ന ഇത് പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ 12000-ന് മുകളിലേക്ക് കയറുന്നു. രാജ്യം പയ്യെ വികസിക്കുന്നു, തരക്കേടില്ലാത്ത അവസ്ഥയിലേക്ക് ഏതാണ്ട് എത്തി എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് അമേരിക്ക സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നത്. കാരണം അവർക്ക് എണ്ണയിലാണ് താല്പര്യം, ആ എണ്ണയാണ് അവരുടെ ലക്ഷ്യം. സ്വർണം വലിയ സ്വർണ്ണശേഖരം ഉള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനിട്ട മാർഗ്ഗം എന്താണ്? രാജ്യത്തെ അങ്ങ് തകർത്തു, ഇറുക്കി, ചുറ്റും ഉപരോധം തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ കയ്യിൽ ഏലക്കയുണ്ട്, എനിക്കത് കച്ചവടം ചെയ്യാൻ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ, ഇത് മേടിക്കാനായിട്ട് വേറൊരു മനുഷ്യൻ തയ്യാറാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായും എൻ്റെ സാമ്പത്തികാവസ്ഥ തകരുകയല്ലേ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മേടിച്ച് കൊണ്ടുപോകാതിരിക്കാനുള്ള പണി മുഴുവൻ സനീഷ് ചുറ്റും നടന്നെടുക്കുകയും അവിടുന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു സംഗതി പിടിച്ചു
രാജിവെക്കുകയും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തകരും. സ്വാഭാവികമായിട്ട് അതാണ് വെനിസ്വേലയിൽ സംഭവിക്കുന്നത്. വെനിസ്വേലയിൽ അത് തകർന്നു. ഈ പറഞ്ഞ 12,000 എന്നുള്ളത് വീണ്ടും 3,000-ലേക്ക് താഴ്ന്നപ്പോൾ പ്രതിഷേധം ഉണ്ടായി. എന്നിട്ട് എന്താണ്, മഡൂറോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ മഡൂറോയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം നടന്ന അഭിപ്രായ സർവേയിൽ പോലും മഡൂറോയ്ക്കെതിരെ പറയാൻ 22% പേരേ ഉള്ളൂ. അവിടെ 22% പേർ മാത്രം. ഇപ്പോഴും അവിടുത്തെ ബഹുഭൂരിപക്ഷം പേരും മഡൂറോയ്ക്കൊപ്പം അല്ലെങ്കിൽ ആ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ്. അവിടുത്തെ കോടതി അതിനൊപ്പമുള്ള സമീപനം സ്വീകരിക്കുകയാണ്. ഇത് താൽക്കാലികം മാത്രമാണ് മഡൂറോ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് അവിടുത്തെ കോടതി പോലും പറയുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. പക്ഷേ ഞാൻ കരുതുന്നത് ചില വിട്ടുവീഴ്ചയ്ക്ക് ഒരുപക്ഷെ വെനിസ്വേല ഈ ഘട്ടത്തിൽ തയ്യാറാകേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അവരുടെ നയങ്ങളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരു പരിധി വരെയെങ്കിലും ചിലപ്പോൾ അവരത് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ കൂടുതൽ നശിപ്പിച്ചു കളയും.